ഹലോ, എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ കണ്ടിട്ട് യൂട്യൂബിൽ കുറെ ആൾക്കാർ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്ത് ഇതായിട്ട്. അപ്പോ ഞാൻ 2 ദിവസം മുന്നേ പുറത്തു പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്ന് ചെയ്തേക്കാം. അപ്പോ ഇതാണ് എന്റെ ബാഗ് കേട്ടോ. ഭയങ്കര നേച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉള്ള ഒരു ബാഗാണ്. കുറെ കമ്പാർട്ട്മെന്റ്സ് ഇതിലുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബാഗാണ്. ഈ ഒരു ടൈപ്പ് ബാഗ്സ് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യല്. കാരണം ഇതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. കാരണം കുട്ടീനൊക്കെ വെച്ചിട്ട് പോകുമ്പോഴും പിന്നെ കുറെ സാധനങ്ങൾ എടുക്കാനും ഉണ്ടാവും. അപ്പോ ഞാൻ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ബാഗ് വാങ്ങുകയാണെങ്കിൽ വൺ സൈഡ് ആയിട്ട് ഇടുന്നത് അത് അങ്ങനത്തെ ഒരു ബാഗ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോ ബാക്ക്ഗ്രൗണ്ടത്തെ സൗണ്ട് ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ഞാൻ എപ്പോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇവിടെ പോയി കാക്കിയൊക്കെ വന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കില്ല. അത് എന്താന്നറിയില്ല, എന്നോട് ഇത്ര ശത്രുത. അപ്പോ നമുക്ക് കാണാം. ഫസ്റ്റ് ഈ ഒരു അറയാണ്. ഇതിലുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിലാണ് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക കേട്ടോ. കാരണം പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ഫസ്റ്റ് വൺ, ഇത് കുട്ടീന്റെ റാഷസ് ക്രീമാണ് കേട്ടോ. അപ്പോ ഞാനിത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ റീഅപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതെപ്പോഴും ബാഗിൽ തന്നെ സൂക്ഷിക്കും. കാരണം വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കാറില്ല ഇതൊന്നും. പിന്നെ 2 ലിപ്സ്റ്റിക് ഉണ്ട്. അത് എന്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് ബ്രൗൺ ആണ്. ഇതൊന്ന് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്, ഒന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക്. അപ്പൊ അത് 2 ഉണ്ട്. പിന്നെ ഒരു കമ്മലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഞാൻ വിഷ് ലിസ്റ്റിലിട്ട് വെച്ച സാധനമായിരുന്നു കേട്ടോ. അപ്പൊ അതില് 100 എത്രയോ സംതിങ് ഇതിന്റെ റേറ്റ് കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇന്നാള് ഹോസ്പിറ്റലിൽ പോയപ്പോ ഇതിന് റേറ്റ് കുറവായിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇതിന് 40 റുപ്പീസ് ആണ് ഇതിന്റെ വില. അപ്പൊ അത് ഞാൻ ബാഗിൽ തന്നെ ഇട്ട് വെച്ചതാണ്. അത് മാറ്റണം. പിന്നെ മൈക്കുണ്ട്. ഇത് എന്താ പറയാ, വീഡിയോസിന്റെ ആവശ്യമായിട്ട് വാങ്ങിയതാണ്. ഇതിനുള്ള സാധനമൊക്കെ പോന്നിട്ടോ. പക്ഷെ ഇത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴെങ്കിലും കണ്ടിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ബാഗിലിട്ട് വെച്ചതാണ്. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. ഇങ്ങനെ എപ്പോഴും അലങ്കോലായിട്ട് കിടക്കും. ഇത് പലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ വാച്ച് ഉണ്ട്. എന്റെ വാച്ച് മിക്കതും ബാഗിൽ തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് പിന്നെ ഇവിടെ വെച്ചാൽ കാണൂല. ചിലപ്പോ ഇടാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ബാഗിൽ തന്നെ ഉണ്ടായി നമുക്ക് വേഗം എടുത്തിട്ട് ഇടാലോ. ഒന്നുള്ളൂ. ഒന്ന് ഞാനിപ്പോ ഒന്ന് പുറത്തെടുത്ത് വെച്ചിന്. ഒരെണ്ണിന്റെ കയ്യിലുണ്ട്. പിന്നെ 2 കമ്മല്. ഇതൊരു കല്യാണത്തിന് ഒടുക്കോ പോയാണ്ട് അങ്ങനെ ഇട്ട് വെച്ചതാട്ടോ. അതെന്ത് സാധനം ഓക്കെ. പരിപ്പിളകി കിടക്കാണ്. ാക്കണം. അപ്പൊ അത്ര ഉള്ളൂ കേട്ടോ ഈ ഒരു അറയിലുള്ളത്. ഞാൻ ഒക്കെ നിർത്തിടട്ടെ. കാരണം എനിക്ക് പിന്നെ മടി പിടിച്ചു ഒന്നും എടുത്തിടാൻ തോന്നൂല. ഞാനൊക്കെ അലങ്കോലാക്കി വെക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് കറക്റ്റ് സ്ഥലത്ത് വെക്കുകയാണ് അതിന്റെ നല്ലത്. പിന്നെ നെക്സ്റ്റ് അറയില് എന്തൊരു പേപ്പർ ഉണ്ട് കേട്ടോ. ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ സംഭവമാണ്. കുട്ടീനെ പനി പിടിച്ചിട്ട് അതിൻ്റെതാണ്. പിന്നെ ഒരു പേഴ്സ് ഉണ്ട്. ഇതിമൊരു സാധനം ഉണ്ട്. ഇപ്പൊ പോകുന്നതാണ്. അപ്പോ ഇതില് കുറച്ച് പൈസ ഉണ്ട്. പിന്നെ ആധാറുണ്ട്, പിന്നെ കാർഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു അറയിലിടും. പിന്നെ നെക്സ്റ്റ് ലോഡ് മരുന്നുണ്ട് കേട്ടോ. ലോഡ് മരുന്നുണ്ട്. ഒക്കെ കുട്ടീൻ്റെതാണ്. അപ്പോ ഇപ്പൊ കാണിച്ചു കൊണ്ടുവന്നത്. അപ്പോത്തും എന്റെ അസുഖം മാറി. അപ്പൊ ഇതിനൊരു ബ്രഷ് ഉണ്ട് ഒടുക്കയിലൊക്കെ വിരുന്ന് പോകുമ്പോ യൂസ് ചെയ്യാൻ. പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. പിന്നെ അത്രയും സാധനങ്ങളായിട്ട് ഈ ഒരു അറയിലുള്ളൂ. പിന്നെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ ഹോസ്പിറ്റലിൽ കാണിക്കണതിന്റെ ഓരോ സംഭവങ്ങളുണ്ട്. കുറെ മിസ്സായി പോയി. ഇപ്പൊ ഇത് പുതിയ കിട്ടിയതാ. പിന്നെ ഒരു കർച്ചീഫ് ഉണ്ട്. അത്രയും ഉള്ളൂ കേട്ടോ. പിന്നെ ആധാറുണ്ട്. പിന്നെ ഇതിപ്പോ അത് ഹോസ്പിറ്റലത്തെ എന്തോ ഒരു പേപ്പറാണ്. ലാസ്റ്റ് ഇവിടെ ഒരു അറുണ്ട് കേട്ടോ. ഇതില് വാച്ചുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ബാഗിലുള്ളത്. ഇനിയും ഇതിലുണ്ടാവും ഫോണ്, ചാർജറ്, പിന്നെ എന്റെ ട്രൈപോഡ് ഉണ്ടാവും. ഇത് 2 ഇതിപ്പോ ഒക്കെ പുറത്താണ്. എവിടെയും പോകുമ്പോ അപ്പം ഇടലാണ് ഞാൻ ഈ ഫോണും ചാർജറും ഒക്കെ. പിന്നെ ട്രൈപോഡ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതില്ലാത്ത എല്ലാം. ഈ ഒരു സംഭവമൊക്കെ ഞാൻ ബാഗിൽ തന്നെയാണ് കേട്ടോ വെക്കുക.
പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അപ്പം എടുത്തിടും, വന്നാലും എടുത്ത് ഒഴിവാക്കും, കുട്ടീന്റെ ഡ്രസ്സൊക്കെ ഇടും, അങ്ങനൊക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.